ദൈവമേ, VT ബൽറാം കയറി പിടിച്ചത് മൂർഖനെയാണല്ലോ. തൃത്താല MLA VT ബൽറാം നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നോളജ് എക്കണോമി കൊണ്ടുവരാമെന്നവർ പറഞ്ഞു. അത് അവരൊരു നയമായി സ്വീകരിക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് നോളജ് എക്കണോമി എന്ന വാക്ക് നിങ്ങൾക്ക് ചതുർത്ഥിയായത് എങ്ങനെയാണ് എന്നായിരുന്നു തൃത്താല MLA ആയ VT ബൽറാമിന്റെ ചോദ്യം. ഇത് മണലൂർ MLA ആയുള്ള നമ്മുടെ രവീന്ദ്ര മാഷിനെ അറിയാമല്ലോ. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, അദ്ദേഹം ഇതിൽ കയറി പിടിച്ചു. സത്യത്തിൽ C രവീന്ദ്രനാഥാണോ P രാജീവാണോ പാർട്ടി ക്ലാസ് എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? പരസ്പരം മത്സരിക്കുകയാണ്. P രാജീവ് ഒരു വഴിക്ക് പാർട്ടി ക്ലാസ് എടുത്ത് മരിക്കുന്നു, അടുത്തതായി ഇതാ വരുന്നു രാജീവിനെ വെട്ടിക്കൊണ്ടുള്ള പ്രകടനം. എന്താണ് C രവീന്ദ്രനാഥ് പറഞ്ഞതെന്ന് ആർക്കും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഇത് കേട്ടവരുടെ പ്രശ്നമാണ് എന്നാണ് പൊതുവെ C രവീന്ദ്രനാഥുമായി അടുപ്പമുള്ള സഖാക്കൾ പറയുന്നത്. അല്ലാതെ സഖാക്കൾക്കുള്ള പ്രശ്നമല്ല, രവീന്ദ്ര മാഷിന്റെ പ്രശ്നമല്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്, കേൾക്കുന്നവരുടെ പ്രശ്നമാണ്. രവീന്ദ്ര മാഷിന് അങ്ങനെ തെറ്റാറില്ല, P രാജീവിനും തെറ്റാറില്ല. P രാജീവ് പറയുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്, കേൾക്കുന്നവരുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സഖാക്കളെ പാർട്ടി ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നയം വ്യക്തമാക്കുമ്പോൾ കളിയാക്കുന്നത്. ഇവിടെ മാഷിനെ മൂർഖൻ എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടാണ് കേട്ടോ. നമ്മൾ പറയാറില്ലേ, കയറി വള്ളിക്കെട്ട് പിടിച്ചു, ആ അർത്ഥത്തിലാണ് ഈ മൂർഖൻ എന്ന് പറയുന്ന ഒരു വിശേഷണം കൊണ്ടുവരുന്നത്. അല്ലാതെ VT ബൽറാം കയറി ഒരു മൂർഖൻ പാമ്പനെ പിടിച്ചു എന്നല്ല അർത്ഥം. മറിച്ച് മറ്റൊരർത്ഥമുണ്ട്. C രവീന്ദ്രനാഥ് വിഷമുള്ള മൂർഖനാണോ എന്നും ധരിക്കരുത്, ആലങ്കാരികമായി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട് വള്ളിക്കെട്ട് പിടിച്ചു, അതേപോലെ പാമ്പിനെയാണല്ലോ കയറി പിടിച്ചത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മാഷിനെ പോലെ ശുദ്ധഗതിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഈ കാലത്ത് കിട്ടാനില്ല. പക്ഷേ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും മാഷ് പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റായിട്ട് പറയുക. ഞങ്ങൾക്കാർക്കും, ഇത് കേട്ട ആർക്കും തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ മനസ്സിലായവരുണ്ടാവാം. മനസ്സിലായവരുണ്ടെങ്കിൽ ദയവായി അത് അറിയിക്കുക, എന്താണ് മാഷ് പറഞ്ഞത്. ഏതായാലും ആ പ്രസംഗത്തിലേക്ക് തന്നെ പോകാം, അധികം നീട്ടുന്നില്ല. സർ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അവിടെയുള്ള ആളുകൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ നോളജ് ഇക്കോണമിയാണ് കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നതെന്ന്. അഭിമാനത്തോടു കൂടിയാണ് കഴിഞ്ഞ ഗവൺമെന്റ് അത് നയമായിട്ട് അവതരിപ്പിച്ചിരുന്നത്. ഇത്ര പെട്ടെന്ന് നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ചതുർത്ഥിയായി മാറിയോ? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തോണ്ടാ. ലോകം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കാത്തോണ്ടാ, അങ്ങ് ശ്രദ്ധിക്കാത്തോണ്ടാ. ലോകം, ഞാൻ ഇവിടെ സമയം തരാന്ന് മണിക്കൂറുകൾ പറയാം. ലോകത്തെ ഞാൻ പറഞ്ഞേക്കൂ, ലോകത്തെ ന്യൂലിബറൽ പോളിസി തകർന്നു കിടക്കുമ്പോൾ, മുതലാളിത്തത്തിന് അതുമായി മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ പുതിയൊരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു. അത് നോളജ് ഇക്കോണമിയാണ് എന്നുമ്പോ ആ നോളജ് ഇക്കോണമിയിൽ ഞാൻ പറഞ്ഞ കേൾക്കൂ, നോളജ് ക്യാപിറ്റൽ ആണ് അവിടെ ചൂഷണത്തിന് ഉപയോഗിക്കുന്നത്. കേൾക്കണ്ടോ? നോളജ് ക്യാപിറ്റൽ ആണ് ചൂഷണം. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നവകേരള എന്ന സങ്കല്പത്തിലൂടെ ഇവിടെ വളർത്താൻ ജ്ഞാനകേരളം, നവകേരളത്തിന്റെ ജ്ഞാന സമൂഹമാണ്. ജ്ഞാന സമൂഹം എന്ന് പറയുന്നത് അറിവിന്റെ സാർവത്രികവൽക്കരണമാണ്. നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറിവിന്റെ കേന്ദ്രീകരണമാണ്, കുത്തകവൽക്കരണമാണ്. അങ്ങേക്ക് മനസ്സിലായിട്ടോ ഞാൻ പറഞ്ഞത്? ഇത് മനസ്സിലായി? ആ വിഷയം അതാണ്. അവിടെയാണ് ഇത് വ്യത്യാസം. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി എന്താണ് അവിടെ ചെയ്തിരുന്നത് എന്നിന്നും പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രീ മാത്യു നടൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. അത് വിട്ട് അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞു കേൾക്കൂ കുറച്ചു നേരെങ്കിലും. കേരളത്തിലെ ഈ നയം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ സംസാരിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ഇനി കുറച്ച് വർഷങ്ങൾ കൂടി നിങ്ങൾ ഈ നയമായി മുന്നോട്ട് പോകാൻ പോകുന്നുണ്ട്. കേരളം എവിടെ എത്തും എന്ന് ഇപ്പോഴേ എഴുതി വെച്ചോളൂ. അതിന്റെ സൂചനകളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നോളജ് ഇക്കോണമിയിലേക്ക് പോയി നോളജ് ക്യാപിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ നിയോലിബറൽ പോളിസി വീണ്ടും നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാവും. സർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ രാജ്യത്ത് ഈ നയം നടപ്പിലാക്കിയത് ആരാ? സമയമില്ല സർ, ഞാൻ വഴങ്ങുന്നില്ല. നമ്മുടെ രാജ്യത്ത് ഞാൻ പറയാക്കൂ, നമ്മുടെ രാജ്യത്ത് ഈ നയം നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1991 ഇന്ത്യയിൽ ന്യൂലിബറൽ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അന്ന് മുതൽ കോൺഗ്രസിന്റെ ഗ്രാഫ് എങ്ങോട്ടാണെന്നോ ഒന്ന് പ്രിയപ്പെട്ട കോൺഗ്രസുകാർ പറയൂ. ഗ്രാഫ് കീഴോട്ടാ. അന്ന് മുതൽ BJPയുടെ ഗ്രാഫ് മുകളോട്ടാ. PM ശ്രീ ഒപ്പിടാനുള്ള അവസരം ഉണ്ടാക്കിയതും PM ശ്രീ എന്ന ആശയം തന്നെ ഈ നാട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതും 91 നവലിബറൽ സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ.
നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഫാസിസത്തെ വളർത്തും എന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ ന്യൂലിബറൽ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കി അന്ന് മുതൽ BJPയുടെ ഗ്രാഫ് മുകളിലോട്ടാ. നിങ്ങൾ ഇന്ന് നവലിബറൽ സാമ്പത്തിക നയത്തെ എതിർത്താൽ മാത്രമേ BJPയെ മറിച്ച് അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. ഒരു സംശയവും ആർക്കും വേണ്ട. ആ സർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു അക്കാഡമിക് കാര്യമാണ് പറയണത്, അത് കേട്ടൂടെ? അപ്പോ അതുകൊണ്ട് സർ, ഈ നിയോലിബറൽ പോളിസി അത് കേവലം ഒരു സാമ്പത്തിക പരിഷ്കാരം മാത്രമല്ല, അത് മുതലാളിത്ത പുനർനിർമ്മാണമാണ്. കെയ്ൻസും ആഡം സ്മിത്തും വിഭാവനം ചെയ്ത മുതലാളിത്തത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുതലാളിത്ത തലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അതിന്റെ ഉള്ളിൽ ഫാസിസ്റ്റ് ചിന്തയുണ്ട്. മുതലാളിത്ത പുനർനിർമ്മാണം എന്ന ന്യൂലിബറൽ പോളിസിയുടെ ഉള്ളിൽ ഒരു ഫാസിസ്റ്റ് ചിന്തയുണ്ടെന്ന് തിരിച്ചറിയൂ. ആ നയം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ഇതാരാ പറഞ്ഞതിപ്പോ? സി രവീന്ദ്രനാഥനല്ല, പറഞ്ഞ ഒരാളുണ്ട്, യാനിസ് വാറൂഫാക്കിസ് എന്ന് പറയുന്ന ആള് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തലക്കെട്ടൊന്ന് കേൾക്കണം. അതിന്റെ തലക്കെട്ട് എന്താണോ? ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം. നമ്മൾ തിരിച്ചല്ലേ കേട്ടേക്കണത്? ക്യാപിറ്റലിസം വാട്ട് കിൽഡ് ഫ്യൂഡലിസം, അതല്ലേ കേട്ടിരിക്കുന്നത്? ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ക്യാപിറ്റലിസം എന്നുള്ളതാണ്. ക്യാപിറ്റലിസത്തെ തകർത്തുകൊണ്ട് ഫാസിസം കടന്നു വരികയാണ്. ഇത് ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ക്യാപിറ്റലിസത്തെ തകർത്തുകൊണ്ട് ഫ്യൂഡൽ അംശമുള്ള ഫാസിസം കടന്നു വരികയാണ്. അത് ഇന്ത്യയില് വർഗീയത വളരാനുള്ള കാരണം, ഫാസിസം വളരാനുള്ള കാരണം അതിന്റെ പിന്നിൽ നയമാണ്. ഇത് കേരളവും ഭയപ്പെടണം. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരം, കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം, ഇതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നതാണ് ന്യൂലിബറൽ പോളിസി എന്ന് ലോക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ലോക ചരിത്രം. അതിനാണ് ഈ പുസ്തകം. ഞാൻ പറഞ്ഞ പുസ്തകം ഒന്ന് വായിക്കണേ, ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കൂ. ആ പുസ്തകത്തിന്റെ പേരാണ് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ്. ഇല്ല സാർ, ഒരു മിനിറ്റ്. 6 പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. ഇനിയില്ല 6 പോയിന്റ്. ഈ ബഡ്ജറ്റിന്റെ മൂല്യബോധവും തിക്തഫലങ്ങളും ഞാൻ പറയാം. ന്യൂലിബറൽ പോളിസിയാണ് എന്നുള്ളത്. ഒന്ന്, അപകടകരമായ സ്വകാര്യവൽക്കരണം. കേട്ടിട്ടുണ്ടാവും. തോമസ് പിക്കറ്റിയുടെ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ലോകത്ത് സ്വകാര്യവൽക്കരണത്തിലൂടെ ദാരിദ്ര്യം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പുസ്തകത്തിന്റെ പേജും ഒക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതുപോലെ സർ, മറ്റൊരു പുസ്തകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയവരും അവശ്യം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിന്റെ പുസ്തകത്തിന്റെ പേര് ദ ഗ്രേറ്റ് ഡിവൈഡ്. ഒന്ന് കേൾക്കണേ, ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകത്തെ കുറിച്ച് സ്റ്റിഗ്ലിറ്റ്സ് പറയും ദ ഗ്രേറ്റ് ഡിവൈഡ്. ലോകത്ത് വലിയ അസമത്വം വരികയാണ്. കാരണം ന്യൂലിബറൽ പോളിസിയാണ്. ആ പോളിസി ഇവിടെ വരും. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ അസമത്വം വർദ്ധിക്കും, ദാരിദ്ര്യം വർദ്ധിക്കും, കേരളത്തിലെ പ്രശ്നങ്ങൾ. 1. 2, സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം. ഒന്ന് ചേർത്ത് നോക്കൂ. സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം. 57 ഭൂപരിഷ്കരണം അല്ലാതെ സ്വകാര്യവൽക്കരണത്തോട് ചേർന്ന ഭൂപരിഷ്കരണം ഫ്യൂഡൽ യുക്തിയിലേക്ക് കേരളത്തെ കൊണ്ടുപോകലാണ്. ഫ്യൂഡൽ യുക്തിയിൽ നിന്ന് നവോത്ഥാനത്തിലൂടെ കടന്നു വന്ന കേരളം ന്യൂലിബറൽ പോളിസിയിലൂടെ സ്വകാര്യവൽക്കരണ അജണ്ടയിൽ ഭൂപരിഷ്കരണം നടത്തുമ്പോൾ അത് ഫ്യൂഡൽ യുക്തിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പഠിച്ചോളൂ, മനസ്സിലാവും. മൂന്നാമത്തെ കിഫ്ബി ഒഴിവാക്കൽ. കിഫ്ബി ഒഴിവാക്കാതെ ഫിനാൻസ് ക്യാപിറ്റലിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. നിങ്ങൾ കിഫ്ബി ഒഴിവാക്കിയാൽ, എഴുതി വെച്ചോളൂ, കിഫ്ബി ഒഴിവാക്കിയാൽ ഫിനാൻസ് ക്യാപിറ്റലിന്റെ പ്രളയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫിനാൻസ് ക്യാപിറ്റലിന്റെ പ്രളയം. അവിടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഉൽപാദന മേഖല തകരും, തൊഴിൽ നഷ്ടം സംഭവിക്കും, ഊഹക്കച്ചവടം വളരും, മദ്യം, മയക്കുമരുന്ന്, പരിസ്ഥിതി തകർച്ച അതൊക്കെ ഉണ്ടാവും. അടുത്ത ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിയും, ദാരിദ്ര്യം വർദ്ധിക്കും. ഒരു 2 പോയിന്റ് കൂടി പ്രധാനപ്പെട്ട. ഒന്ന്, നവലിബറൽ യുക്തിയുടെ വ്യാപനം തീർക്കുന്ന സാംസ്കാരിക അന്തരീക്ഷത്തിൽ വർഗീയതയും ഫാസിസവും വളരും. നവലിബറൽ നയം തീർക്കുന്ന സാംസ്കാരിക അന്തരീക്ഷത്തിൽ വർഗീയതയും ഫാസിസവും വളരും. അതുകൊണ്ടാണ് നവലിബറൽ നയം നടപ്പിലാക്കിയ ശേഷം ഇന്ത്യയിൽ BJP വളർന്നത്. ഇത് കേരളത്തിനും ബാധകമാണ്. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ ഈ പോളിസിയിലെ ഏതെങ്കിലും ചില ഒരു കൊച്ചു പ്രോജക്റ്റിനെ കുറിച്ചല്ല, അതിന്റെ അടിസ്ഥാന പോളിസിയിൽ ഈ സാംസ്കാരിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് വർഗീയത, മതനിരപേക്ഷ കേരളം എന്നത് മാറി വർഗീയത വളരുന്ന കേരളമായിട്ട്. അവസാനം കേന്ദ്ര നയം ഇത് തന്നെയാണ്. നിങ്ങളുടെ നയം അത് തന്നെയാണ്.
അതുകൊണ്ട് എന്റെ കേന്ദ്ര നയത്തോട് യാതൊരു എതിർപ്പില്ല. ഏതെങ്കിലും കേന്ദ്ര നയത്തോട് എതിർത്തി ബഡ്ജറ്റിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും വേണ്ടിയിട്ടില്ല. സമയം കേന്ദ്ര നയത്തെ എതിരില്ല. അതുകൊണ്ട് കേന്ദ്രത്തിനും എതിരില്ല. അടുത്താളെ വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒറ്റ കാരണം ന്യൂ ലിബറൽ പോളിസിയാണ്. ആ പോളിസിയിൽ നിന്നും മാറണം. 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുത്തു നിന്നതുപോലെ ഫിനാൻസ് ക്യാപിറ്റൽ തേരോട്ടത്തെ ചെറുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നോട് യോജിപ്പുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.